അങ്ങനെ നമ്മുടെ സ്മൃതി രംഗത്ത് വന്നിരിക്കുകയാണ്. സ്മൃതിയുടെ ചാനലിൽ വന്നിട്ട് സ്മൃതി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് എന്ത് വെല്ലുവിളികൾ ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, ഞാൻ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, ധൈര്യമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് സ്മൃതി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് സ്മൃതി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെക്കുറിച്ചിട്ട് അപവാദം പറയുന്നവർ, ജസ്ന സലീമാണ് കേട്ടോ, അപവാദം പറയുന്നവർ ഞാൻ ചെയ്ത തെറ്റ് ഏത് ഹോസ്പിറ്റലിൽ വെച്ചാണ് ചെയ്തത്, നിങ്ങൾക്കറിയാലോ കാര്യം എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗർഭചിത്രം നടത്തിയത് ഏത് ഹോസ്പിറ്റലിൽ വെച്ചാണ്, അത് ആ ഒരു ദിവസത്തെ ഡേറ്റ്, അതുപോലെ തന്നെ ഏതായിരുന്നു യുവാവ്, ഇവരെങ്ങനെ എവിടെ വച്ച് കണ്ടതായിരുന്നു എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ, അതിൻ്റെ തെളിവ് കാണിക്കൂ എന്നാണ് സ്മൃതി ആവശ്യപ്പെടുന്നത്. നമുക്കറിയാമല്ലോ ജസ്ന എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് മുഴുവനും കള്ളത്തരാണെന്നും വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുന്നതാണെന്നും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ സ്മൃതി ആവശ്യപ്പെടുന്നത് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. തെളിവ് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കൂ എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. സ്മൃതി പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ചും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഏത് നിമിഷവും എവിടെ നിന്നും കുത്തും തട്ടും കിട്ടാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റാക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് ഒരു ഇതുപോലെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആകെ തകർന്നു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ആരെയും എന്തും പറയും, അതിനൊക്കെ മൈൻഡ് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവരെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. കാരണം പറഞ്ഞിട്ടും കാര്യമില്ല, മറ്റുള്ളവരെ ഇങ്ങനെ പറഞ്ഞ് അതവർക്കൊരു ലഹരി പോലെയാണ്, പ്രത്യേകിച്ച് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കാനായിട്ട്. എന്തായാലും സ്മൃതി എടുത്ത നല്ല തീരുമാനമാണ്. സ്മൃതി നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജസ്ന തന്നെ പറയുന്നു, ആര് കേസ് കൊടുത്താലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഇനി പിണറായിക്ക് കൊണ്ടുവന്ന് കൊടുക്കേ, നരേന്ദ്രമോദിക്ക് കൊടുക്കേ, ആർക്ക് കൊടുത്താലും ഒരു പ്രശ്നമില്ല എന്നൊക്കെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. പുള്ളിക്കാരത്തി സേഫാക്കാൻ ആളുണ്ടാവും, അതുകൊണ്ടായിരിക്കും ആ ഒരു ധൈര്യത്തിലായിരിക്കും പറയുന്നത്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കുക.